വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. ഇത് വിവോ V25 Pro 5G ഇന്ത്യയിൽ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു മാസത്തിന് പുറത്തായി. ഈയുടെ അടുത്താണ് ഖത്തറിൽ ഇറങ്ങിയിട്ടുള്ളത്. ഏകദേശം ഒരാഴ്ചയ്ക്ക് മുകളിലായിട്ട് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലുള്ള റിവ്യൂ ആയിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നുണ്ടാകുക. ഇപ്പോൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. വീഡിയോസും ചാനൽ യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കൻ കൂടി അമർത്തുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ റിവ്യൂയിലേക്ക് കടക്കാം. ഇത്ര ഐറ്റംസ് ആണ് നമ്മുടെ ബോക്സിനകത്ത് വരുന്ന കാര്യങ്ങൾ. ഈ ഒരു ഐറ്റംസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് മാസങ്ങൾക്ക് ശേഷമാണ് ഇത്ര ഐറ്റംസ് നമ്മളൊരു സ്മാർട്ട് ഫോണിൻ്റെ ബോക്സിനകത്ത് പേഴ്സണലി ഞാൻ കാണുന്നത്. കാരണം നമുക്കറിയാം, ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക സ്മാർട്ട് ഫോണുകളിലും ഇതിൽ പലതും അവർ കൊടുക്കാറില്ല. നമ്മൾ പണം കൊടുത്ത് വാങ്ങേണ്ട ഒരു അവസ്ഥയിലാണ് പോകുന്നത്. എനിവേ, ഇതിലൊരു ട്രാൻസ്പെറൻറ്റ് GPU കേസ് ഉണ്ട്. സെയിം ഒരു നോർമൽ GPU ആണ് വരുന്നത് വിത്ത് ക്യാമറ പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ളത്. 80 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറാണ് വരുന്നത്. Type A to Type C ചാർജിങ് കേബിളാണ്. പിന്നീടുള്ളത് അപൂർവമായിട്ട് കിട്ടുന്ന ഒരു ഇയർഫോൺ ഉണ്ട്. 3.5mm ആണ് ഇയർഫോൺ വരുന്നത്. പിന്നീടുള്ളത് Type C to 3.5mm ഒരു കൺവേർട്ടർ, സിം ഇജക്ടർ ടൂള്, പിന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള വിവോ V25 Pro. ഇത്രയും കാര്യങ്ങളാണ് ബോക്സിനകത്ത് വരുന്നത്. 2 കളേഴ്സിലാണ് V25 Pro അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ കയ്യിലുള്ളത് സെയിലിംഗ് ബ്ലൂവും ഇതുകൂടാതെ തന്നെ പ്യുവർ ബ്ലാക്കും. ഈ ഒരു സെയിലിംഗ് ബ്ലൂവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് കളർ ചേഞ്ചിങ് സ്മാർട്ട് ഫോണാണ്. അതായത് നമ്മൾ വെളിയിൽ പോയാൽ സൂര്യപ്രകാശമുള്ള സമയത്ത് അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് രശ്മി ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊള്ളുന്ന സമയത്ത് ഈ ഒരു കളറിൽ നിന്നും കുറച്ച് ചെറുതായിട്ടൊരു കളർ ചേഞ്ചസ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു ലൈറ്റ് ബ്ലൂവിൽ നിന്നും കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ബ്ലൂവിലേക്ക് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ പിറകിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്ലാസ് മെറ്റീരിയലാണ്, മാറ്റ് ഫിനിഷ് ആണ്. അതുകൊണ്ട് തന്നെ സ്മഡ്ജസും കാര്യങ്ങളൊന്നും കാണാനില്ല. ഒരു ബോക്സി ടൈപ്പ് ക്യാമറ മൊഡ്യൂളാണ് പിറകിൽ കാണുന്നത്. അതുപോലെ തന്നെ കേർവ്ഡ് ഡിസൈൻ ആണ് പിറകിലും അതുപോലെ തന്നെ ഡിസ്പ്ലേയിലും വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കയ്യിൽ ഒതുങ്ങുന്നുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണ്. അലൂമിനിയം ആണ് ബോഡി ഫ്രെയിം, 8.6mm ആണ് ബോഡി തിക്നെസ്, 190 ഗ്രാം ആണ് ബോഡി വെയിറ്റ്. റൈറ്റ് സൈഡിലാണ് പവർ ബട്ടണും വോളിയം റോക്കേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുകൾ വശത്തായിട്ട് ഒരു നോയ്സ് ക്യാൻസലേഷൻ മൈക്കും, ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ബ്ലാങ്ക് ആണ്. താഴ്വശത്താണ് സിം ട്രോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2 നാനോ സിം കാർഡാണ് യൂസ് ചെയ്യാൻ സാധിക്കുക. മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഇന്റേണൽ മൈക്ക്, Type C ചാർജിംഗ് പോർട്ട്, ഒരു സ്പീക്കറുകൾ. ഇത്രയും കാര്യങ്ങളാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഡിസൈനിൽ കാണാൻ സാധിക്കുന്നത്. ഓവറോൾ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു പ്രീമിയം ലുക്കുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. 6.56 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കേർവ്ഡ് ഡിസ്പ്ലേ ആണ്. 120 Hz ആണ് ഇതിന്റെ റിഫ്രഷ് റേറ്റ്. ഫുൾ HD+ ആണ് റെസൊല്യൂഷൻ. 300 Hz ആണ് ഇതിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നത്. 398 പിക്സൽ പെർ ഇഞ്ച് ആണ് ഡെൻസിറ്റി. 1300 നിറ്റ്സ് ആണ് ഇതിന്റെ മാക്സിമം ബ്രൈറ്റ്നസ് ലെവൽ. അതുകൊണ്ട് തന്നെ വെളിയിലൊക്കെ പോയാലും നല്ല രീതിയിൽ കാര്യങ്ങൾ ഇതിൽ റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. HDR10+ ഇതിൽ സപ്പോർട്ടാണ്. എനിവേ, ഡിസ്പ്ലേയുടെ ഒരു ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടും ഷാർപ്പ് ആയിട്ടുള്ള വിഷ്വലാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വൈബ്രന്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ്. ഏതൊരു ആംഗിളിൽ നിന്നും നല്ല രീതിയിലുള്ള കളർഫുൾ ആയിട്ടുള്ള വിഷ്വൽ നമുക്ക് ഇതിൽ ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ട്. സോ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ ക്വാളിറ്റി തന്നെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിച്ചത്. ഹാർഡ്വെയർ സൈഡ് നോക്കുകയാണെങ്കിൽ MediaTek Dimensity 1300 എന്ന് പറയുന്ന 5G ചിപ്സെറ്റ് ആണ് വരുന്നത്. 6nm ആണ് ചിപ്സെറ്റ് സൈസ്. ഒക്ടാ കോറിൽ 3 GHz ആണ് ക്ലോക്ക് സ്പീഡ്. Mali G77 MC9 എന്ന് പറയുന്ന GPU ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. എനിവേ, ഈ ഒരാഴ്ച യൂസ് ചെയ്തൊരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എനിക്ക് പറയത്തക്ക രീതിയിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. നല്ല സ്മൂത്ത് ആയിട്ട് ലാഗ് ഫ്രീ ആയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹീറ്റിംഗ് ഇഷ്യൂയും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം ഇതിൽ കൂളിംഗ് സിസ്റ്റം ഉപയോഗിച്ചത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഹീറ്റിംഗ് ഇഷ്യൂ ഇതുവരെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. 2 മെമ്മറി വേരിയന്റിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. 8GB റാമിൽ 128, 12GB റാമിൽ 256GB. ഇതിൽ ഖത്തറിൽ നിലവിൽ 12GB റാമിൽ 256GB മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ അപ് ടു 8GB വരെ നമുക്ക് വെർച്വൽ റാം അല്ലെങ്കിൽ റാം എക്സ്പാൻഷൻ എന്നുള്ള രീതിയിൽ കൂടി യൂസ് ചെയ്യാൻ സാധിക്കും. റാം ടൈപ്പ് വരുന്നത് LPDDR4X ആണ്. അതുപോലെ തന്നെ UFS സ്റ്റോറേജ് ടൈപ്പ് വരുന്നത് 3.1 ആണ്. കണക്ടിവിറ്റി സൈഡ് നോക്കുകയാണെങ്കിൽ ഡ്യുവൽ 5G ബാൻഡ് സപ്പോർട്ടാണ്. ഡ്യുവൽ 4G LTE ഇതിൽ സപ്പോർട്ടാണ്. ബ്ലൂടൂത്തിന്റെ 5.2 ആണ് വേർഷൻ വരുന്നത്. Wi-Fi 6 ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. NFC ഈ ഒരു ഗ്ലോബൽ വേർഷനിൽ അവൈലബിൾ ആണ്. ആൻഡ്രോയിഡ് 12ലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. ഫൺ ടച്ച് OS വരുന്നതും 12 ആണ്. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഒരുപാട് ബ്ലോട്ട്വെയർസും കാര്യങ്ങളൊന്നുമില്ല. ചെറുതായിട്ടുള്ള ബ്ലോട്ട്വെയർസും കാര്യങ്ങളാണുള്ളത്. അതുപോലെ തന്നെ പറയത്തക്ക രീതിയിൽ ഹാർഡ്വെയർസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് ഇതുവരെ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ബാറ്ററി പെർഫോമൻസിന്റെ കാര്യം എടുത്താൽ 4830 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉള്ളത്. അതുപോലെ തന്നെ 80 വാട്ടിന്റെ ചാർജറാണ് നമുക്ക് ഈ ഒരു ഗ്ലോബൽ വേർഷന്റെ ബോക്സിനകത്ത് ലഭിക്കുന്നതെങ്കിലും 66 വാട്ടാണ് ഇതിന്റെ മാക്സിമം ചാർജിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരാഴ്ച യൂസ് ചെയ്തൊരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ
നല്ല ഹെവി യൂസർ ആണെങ്കിലും ഏകദേശം ഒരു ദിവസം നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. അതല്ല നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ ഒരു ദിവസത്തിന് മുകളിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. സിംഗിൾ സ്പീക്കറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. സിംഗിൾ സ്പീക്കർ ആണെങ്കിലും അത്യാവശ്യം ലൗഡിയാണ്, അതുപോലെ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ സൗണ്ട് ക്വാളിറ്റിയാണ് വരുന്നത്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുക്കാത്തത് ഒരു പോരായ്മയായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്. ഒപ്റ്റിക്കലാണ് സെൻസർ. അപ്പോൾ എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് നോക്കാം. വളരെ ഫാസ്റ്റ് ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടും ഫിംഗർ ലോക്ക് വർക്ക് ചെയ്യുന്നത് കാണുന്നുണ്ട്. ഇനി ഫേസ് ലോക്കിൻ്റെ കാര്യം എടുത്താൽ ഫേസ് ലോക്കും വളരെ പെട്ടെന്ന് തന്നെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഗെയിമിംഗ് പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോൾ ഓഫ് ഡ്യൂട്ടിയാണ് നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കളിച്ചിട്ടുള്ളത്. ഗ്രാഫിക്സ് ക്വാളിറ്റി നമ്മൾ വെരി ഹൈയിലും അതുപോലെ തന്നെ ഫ്രെയിം റേറ്റ് മാക്സിമത്തിലാണ് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ സാധിക്കുക. ഏകദേശം 45 മിനിറ്റോളം നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഗെയിം കളിച്ചിട്ടുണ്ട്. കൂളിംഗ് സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഹീറ്റിംഗ് ഇഷ്യൂ ആയിട്ട് യാതൊന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതുപോലെ തന്നെ ഫ്രെയിം റേറ്റ് ഇഷ്യൂ വന്നിട്ടില്ല, ലാഗിങ് ഇഷ്യൂ വന്നിട്ടില്ല. വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്കിതിൽ ഗെയിം കളിക്കാനും സാധിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സൗണ്ട് സപ്പോർട്ടും അതുപോലെ തന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആസ്വദിക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു ഗെയിമർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്മാർട്ട് ഫോൺ നിരാശപ്പെടുത്തില്ല എന്നുള്ളൊരു കാര്യം എനിക്ക് ഉറപ്പാണ്. 3 ക്യാമറയാണ് പിറകിൽ വരുന്നത്. 64 മെഗാ പിക്സലിൻ്റെ f1.9 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള മെയിൻ ലെൻസ്, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൂടിയുണ്ട്. 8 മെഗാ പിക്സലിൻ്റെ 2.2 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള അൾട്രാ വൈഡ് ലെൻസ്, 2 മെഗാ പിക്സലിൻ്റെ 2.4 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള മാക്രോ ലെൻസ്. എനിവേ റിയർ ക്യാമറ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓവറോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോട്ടോ ഔട്ട്പുട്ട് തന്നെയാണ് മിക്ക സമയത്തും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എസ്പെഷ്യലി മെയിൻ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസ്, അതിൽ തന്നെ 64 മെഗാ പിക്സലിൻ്റെ മോഡിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസ് നല്ല രീതിയിലുള്ള ഡീറ്റെയിൽസ് നൽകുന്ന ഫോട്ടോസാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഡേലൈറ്റ് പെർഫോമൻസ് നല്ലതാണ്, HDR പെർഫോമൻസ് നല്ലതാണ്, പോർട്രേറ്റ് പെർഫോമൻസ് നല്ലതാണ്, ഈവൻ നൈറ്റ് പെർഫോമൻസും അത്യാവശ്യം നല്ലതാണ്. ഇതിൽ മാക്രോ പെർഫോമൻസ് എനിക്ക് അത്ര വലിയൊരു സംഭവമായിട്ട് തോന്നിയിട്ടില്ല. ആ ഒരു 2 മെഗാ പിക്സലിൻ്റെ ആ ഒരു ക്വാളിറ്റി കുറവ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അൾട്രാ വൈഡ് ലെൻസിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസും നല്ല രീതിയിലുള്ള ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കാത്തതായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. എനിവേ സെൽഫി ക്യാമറയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 32 മെഗാ പിക്സലിൻ്റെ f2.45 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള പഞ്ച് ഹോൾ ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. അതിലെടുത്തിരിക്കുന്ന ഫോട്ടോസ് മിക്ക സമയത്തും നല്ല ഫോട്ടോസ് ലഭിക്കുന്നുണ്ടെങ്കിലും ചില സമയത്ത് എസ്പെഷ്യലി നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റിംഗ് കണ്ടീഷനിൽ നമുക്കൊരു ഇത്തിരി സ്ട്രഗിൾ ആകുന്ന ഫോട്ടോസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ആ ഒരു നാച്ചുറൽ അല്ലാത്ത കളേഴ്സിലുള്ള ഒരു ഫോട്ടോ ഔട്ട്പുട്ടാണ് ആ ഒരു ചില സമയത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ ചില സമയത്ത് നല്ല ഗംഭീരമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ പോർട്രേറ്റ് നല്ല രീതിയിലുള്ള ക്വാളിറ്റി കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചില സമയത്തുള്ള HDR പെർഫോമൻസ് നല്ലതാണ്. ചില സമയത്താണ് ഞാൻ ഈ പറഞ്ഞ ആ ഒരു സ്ട്രഗിൾ ഫീൽ ചെയ്യുന്നത്. നൈറ്റ് പെർഫോമൻസും അത്യാവശ്യം നല്ലതാണ്. അപ്പോൾ ഓവറോൾ ക്യാമറ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ റിയർ ക്യാമറ സെൽഫി ക്യാമറയേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചതായിട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചത്. വിവോ V25 പ്രോയുടെ വീഡിയോ ഫുട്ടേജ് ആണ്. 4K 60 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 4K ഇത്തരത്തിലുള്ള ഒരു സ്റ്റെബിലിറ്റിയാണ് കാണാൻ സാധിക്കുന്നത്. കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി ആവശ്യമാണെങ്കിൽ ഫുൾ HD ഷൂട്ട് ചെയ്താൽ നല്ല രീതിയിലുള്ള ഒരു സ്റ്റെബിലിറ്റി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ HDR പെർഫോമൻസ് നല്ലതാണ്. കളേഴ്സും ഒരു ഇത്തിരി നാച്ചുറൽ കളറായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഓവറോൾ വീഡിയോ ക്വാളിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി തന്നെയാണ് കാണാൻ സാധിച്ചത്. വിവോ V25 പ്രോയുടെ സെൽഫി വീഡിയോ ഫുട്ടേജ് ആണിത്. ഫുൾ HD 60 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. ഫുൾ HD 30ലാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. കാരണം ഫുൾ HD 30 മാത്രമാണ് HDR മോഡ് സപ്പോർട്ട് ആയിട്ടുള്ളത്. ഇപ്പോൾ HDR പെർഫോമൻസ് അത്യാവശ്യം നല്ലതാണ്. ഒരിത്തിരി ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ് നമുക്ക് പിറകിൽ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഒരിത്തിരി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കളേഴ്സാണ് ലഭിക്കുന്നത്. ഓവറോൾ വീഡിയോ ക്വാളിറ്റി അത്യാവശ്യം നല്ലതാണ്. അതേസമയം തന്നെ 4K ഇതിൽ സപ്പോർട്ടില്ല എന്നുള്ള കാര്യം കൂടി നമുക്ക് പറയേണ്ടതാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസ് ഖത്തറിൽ വരുന്നത് 12GB പ്ലസ് 256GBക്ക് 2199 ഖത്തർ റിയാലാണ് വരുന്നത്. ഏകദേശം ഇന്ത്യയുടെ 45,000 രൂപയാണ് പ്രൈസ് വരുന്നത്. സെയിം മെമ്മറി വേരിയന്റിന് ഇന്ത്യയിൽ ഏകദേശം 44,000 രൂപയാണ് MRP ആയിട്ട് നമുക്കിതിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. എനിവേ ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി ഉണ്ട്. ബാറ്ററി പെർഫോമൻസ് നല്ലതാണ്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നല്ലതാണ്. ഓവറോൾ പെർഫോമൻസ് നല്ലതാണ്. റിയർ ക്യാമറ പെർഫോമൻസും അത്യാവശ്യം നല്ലതാണ്. സ്റ്റീരിയോ സ്പീക്കർ ഉൾപ്പെടുത്തില്ല എന്നതാണ് എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയത്. എങ്കിലും അത്യാവശ്യം ലൗഡി ആയിട്ടുള്ള ഒരു മോണോ സ്പീക്കർ നമുക്കിതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു എബവ് ഡീസൻ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഇന്നത്തെ ഈ ഒരു വിവോ V25 Pro 5Gയുടെ റിവ്യൂ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഇവൻ്റെ തന്നെ കൊച്ചാണ്
ജൻ ആയിട്ടുള്ള വിവോ V25 ആണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും നമ്മൾ അടുത്തതായിട്ട് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.